മൈ ഡിയർ മില്ലനേഴ്സ്, എല്ലാവരുടെയും സന്തോഷത്തിനും ഇപ്പൊ എൻ്റെ അകമഴിഞ്ഞ സന്തോഷത്തോടു കൂടി എന്തോ എങ്ങനെ എല്ലാവരോടും ആ സന്തോഷം പറയാണ്. നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് തന്ന് കമ്പനിയുടെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും ഈ ഒരു അവസരത്തിൽ കമ്പനിയിലേക്ക് ഇടിച്ചു കയറി വരാതെ കമ്പനിയോടൊപ്പം സഹകരിച്ചു, ഞങ്ങളെ വിശ്വസിച്ചു, ഞങ്ങളുടെ കൂടെ നിന്നു. എന്താരോ മഹാനു പാവുലു ഒരുപാട് നന്ദിയും സന്തോഷവും എല്ലാവരോടും അറിയിക്കുകയാണ്. എല്ലാവരും ഇനിയും തുടർന്ന് ഒപ്പം ഉണ്ടാവണം. നമുക്ക് ഇരട്ടി ശക്തിയിൽ തിരിച്ചു വരണം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കൊക്കെ എല്ലാ ദിവസവും സൂം ക്ലാസ് കേൾക്കുന്നതല്ലേ നമ്മൾ? കമ്പനിയുടെ ലീഗാലിറ്റി നമ്മളൊക്കെ പഠിച്ചതല്ലേ? എല്ലാവരും കമ്പനിയുടെ ലീഗാലിറ്റി പഠിച്ചതല്ലേ? കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ഥാപനമാണ്, സ്വാഭാവികമായിട്ടും കോടികളുടെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയില്ല, GST ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് ആണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുള്ള കടകൾ കൂടി GST ഡിപ്പാർട്ട്മെൻറ്റ് എത്ര വട്ടം ചെക്കിങ്ങിന് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ കണക്കിൽ എന്തെങ്കിലും താളപ്പിഴകൾ കണ്ടാൽ അല്ലെങ്കിൽ അത് ക്ലിയർ ആക്കാനുള്ള അവസരം കൊടുക്കും. എന്നിട്ടും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതിന് ഫൈനിടും. ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. അത്തരമൊരു ഇഷ്യൂ നമ്മളെ കമ്പനിക്ക് വന്നു, എവിടെയോ ചില കണക്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടുണ്ട്. കമ്പനി അതിൻ്റെ ലീഗൽ നോട്ടീസ് വരെ പെട്ട് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ആരെന്ത് നമ്മളെ കമ്പനിക്കെതിരെ പറഞ്ഞാലും ഒറ്റക്കെട്ടായിട്ട് നമ്മളതിനെ പ്രതിരോധിക്കുക. കാരണം നമ്മളെ എറിയാനും നമ്മളെ കുത്താനും നമ്മളെ ക്രൂശിക്കാനും നമ്മളെ കളിയാക്കി ചിരിക്കാനും ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ഒട്ടനവധി ഗ്രൂപ്പുകൾ നമ്മൾക്ക് മേലെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ തളരില്ല, എവിടെയും തളരില്ല. നമ്മുടെ കമ്പനി അത്രയും സ്ട്രോങ് ആണ്. ഈ കാണുന്നതൊക്കെ അതാണ്, കമ്പനി അത്രയും സ്ട്രോങ് ആണ്. കമ്പനിക്കെതിരെ ആര് തെറ്റായ വാർത്തകൾ കൊടുത്തോ, കമ്പനിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ ആര് യൂട്യൂബ് ഇറക്കിയോ, അവർക്കൊക്കെ കമ്പനിയുടെ ലീഗൽ സൈഡ് അത് നോക്കിക്കോളും. അതിനും ശക്തമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മളെ കമ്പനി. ആര് കുരച്ചാലും ആര് ശബ്ദമുയർത്തി സംസാരിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമ്മൾക്ക് ഇത് പ്രതിരോധിക്കാം. കമ്പനിയുടെ സൈഡ് നോക്കും, നമ്മളെ പ്രവർത്തനമായിട്ട് മുന്നോട്ട്. ഇതൊരു സുവർണ അവസര. ഇവിടെയുള്ള എല്ലാവരും ടൗണിൽ പോയേക്കാ. ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗുകാരുടെ ടെമ്പോയിൽ കയറി മുങ്ങാം, എന്നിട്ട് ടൗണിൽ ഒരു മുറിയെടുക്കാം. ഒരുപാട് നന്ദിയും സന്തോഷവും എല്ലാവരോടും അറിയിക്കുകയാണ്. എല്ലാവരും ഇനിയും തുടർന്ന് ഒപ്പം ഉണ്ടാവണം. നമുക്ക് ഇരട്ടി ശക്തിയിൽ തിരിച്ചു വരണം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരോ മഹാനു പാവുലു